നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അക്യുപിയാർ അജ്മലാണ്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കും. എങ്ങനെ പോകുന്നു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. അതെ, ഇപ്പോ മെന്റൽ ഹെൽത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ട്? തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. നമ്മള് കൂടുതലും പരിഗണിക്കാറ് എല്ലാവരും ഇപ്പം കൂടുതൽ അന്വേഷിക്കുന്ന എവിടെയെങ്കിലും പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫേസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കുക. മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പം ഭയം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരൊന്നും ഇതൊന്നും ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ കാണാനോ ശ്രമിക്കാറില്ല. നമ്മള് ഈ അക്യുപങ്ചർ ട്രീറ്റ്മെന്റില് ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങിയ ആളുകൾക്ക് ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മനസ്സിന് കുറെ ഒരുപാട് ചേഞ്ചസ് വരുന്ന കാണാറുണ്ട്. അതായത് ഒരു കുറച്ചുകൂടി മെന്റലി സ്ട്രോങ് ആവുന്ന കാണാറുണ്ട്. പിന്നെ അതുപോലെ ഈ ആങ്സൈറ്റി ഇഷ്യൂസ്, ഇങ്ങനെ ഓവർ തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ശാരീരിക പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറാത്തതിന്റെ കാരണം പലപ്പോഴും ഈ ടെൻഷൻ ഒക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഇങ്ങനെ ഒരു ടെൻഷനിൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഒരു മനസ്സിന് കൊടുക്കുന്ന ഒരു ആകുലത എന്ന് പറയും. അത് ഇപ്പൊ ചിലപ്പോ കുഞ്ഞുങ്ങളെ കുറിച്ചാവാം, മക്കള് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ചാവാം. ആ കൊടുക്കുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷമതകളെല്ലാം കുഞ്ഞിനെ കൂടി എഫക്ട് ചെയ്യും. അത്രയും ആ വൈബ്രേഷൻ അതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലൈഫ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കുഞ്ഞിനും കൂടി ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മളിരുന്ന് ചിന്തിക്കും, മോനിപ്പോ എന്തെങ്കിലും അപകടം ഉണ്ടാവോ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അല്ലെങ്കിൽ കൊടുത്തോട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാവോ, ഇത്രയും ചിന്തകളിലൊന്നും ഒരു ആവശ്യമില്ല. നിസ്സാര ഒരു കാര്യം പറഞ്ഞതാ. ഇപ്പൊ ഫാമിലിയിലുള്ള മറ്റാരെ കുറിച്ചായാലും, ഇപ്പൊ പാരന്റ്സ്, പ്രായമുള്ള പാരന്റ്സ് ആയിരിക്കാം, അവര് വലിയ മക്കളായിരിക്കാം, അവർക്കുള്ളത് അവരെ കുറിച്ച് ഇനിയിപ്പോ ലേറ്റ് ആയിട്ട് വരുന്ന മകൻ എന്തെങ്കിലും അപകടം ഉണ്ടാവും, അങ്ങനത്തെ ചിന്തകൾ മതി. ഈ നെഗറ്റീവ് ചിന്തകൾ അത്രയും പ്രകൃതിക്ക് അത്രയും സ്വാധീനം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ ചെറിയ കുട്ടികളില്ലേ, നടന്ന് തുടങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് വീണ് കഴിയുമ്പോ അമ്മമാര് അയ്യോ എന്ന് പറഞ്ഞ് ഉറക്കൊച്ചെടുക്കാറ് ഇല്ലേ? അപ്പൊ ചിലപ്പോ വീണത് കാരണമായിട്ട് കുഞ്ഞിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഒച്ച കേട്ടപ്പോഴേക്കും കരഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. രണ്ട് അവസ്ഥയുണ്ട്. ഒന്ന് പാരന്റ്സ് ഇത് കണ്ടു എന്നുള്ളത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ, അവർ കുറച്ചുകൂടി തന്നെ പൊടി തട്ടി എന്നിട്ട് പോകുന്നതാണ്. അതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് വാച്ച് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അവരറിയാതെ തന്നെ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. നമ്മളതിനെ കൂടുതൽ ഭയപ്പെടുന്നതായിട്ട് അവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരത് കണ്ടു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നിലവിളിച്ച് കരഞ്ഞെന്നിരിക്കാം. അത് കൂടുതൽ എനിക്കെന്തോ പറ്റിയെന്നുള്ളൊരു മൈൻഡ് അവർക്കും തോന്നിയേക്കാം. അതിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെ അതിൽ നിന്ന് റിക്കവർ ആയി പോകുന്നുണ്ടോ നമ്മളൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ മനസ്സിലാവും. പലപ്പോഴും ആളുകൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുട്ടീനെ റീകളക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നീ ഇന്നലെ കരഞ്ഞില്ലേ, നീ കഴിഞ്ഞ ആഴ്ച കരഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ശരിക്കും മെന്റലി കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അതെ. നീ വീണില്ലേ, ഇതും അതിന്റെ ഭാഗം. അവിടെ കയറിയിട്ട് നീ വീണു, അല്ലെങ്കിൽ ഇനി നീ വീഴാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കയറി വീഴണം, അല്ലെങ്കിൽ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവണം എന്നല്ല ഉദ്ദേശിച്ചത്. ജാഗ്രത നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ വീഴ്ചകൾ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ചകൾ അവര് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക അവിടെ കയറരുതെന്നുള്ളത്. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ കൊച്ചു കൊച്ചു വീഴ്ചകൾ അവർക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അതാണ് ഇപ്പൊ നമ്മളൊരു മാനസിക തലത്തിന്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതായത് അതില് ഇപ്പോ നമ്മള് ഈ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബോഡി പെയിൻ, ബാക്ക് പെയിൻ, ഒരുപാട് പ്രതികാരങ്ങളും വിഷമങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾക്ക് കണ്ടാൽ ശരിക്കും ഉണ്ടാവും. ബാക്ക് പെയിൻ അവർക്ക് നന്നായിട്ട് കാണാം. അത് മനസ്സിൽ നിന്ന് എടുത്ത് വിഷമങ്ങളെല്ലാം മാറ്റി നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തുക. അതായത് അവരുടെ ആ പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ വേറൊരാളിൽ നിന്നുള്ള വേദനകളോ വിഷമങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രതികരണത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അവരുടെ സാഹചര്യങ്ങൾ അതിന് പിന്നിലുണ്ടാവും. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തെ നമ്മൾ പരിഗണിച്ച് നമ്മൾ ആ വിഷമങ്ങൾ മറക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അത് നമ്മുടെ അക്യുപങ്ചറിൽ വരുമ്പോൾ രോഗം മാറുക എന്ന് മാത്രമല്ല, മാനസികമായിട്ടും ഒരുപാട് ഇംപ്രൂവ്മെന്റ്, അതായത് ആ തലങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആയി മാറുന്നുണ്ട്. കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാന്ന് പറയല്ലേ, ചിന്തകളെ നിയന്ത്രിക്കാം. അതെ. അതാണ് അതിനുള്ള മാറ്റം. ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൂടാതെ നമ്മൾ ആക്യുപഞ്ചർ ചില ചിട്ടകൾ പറയുന്നുണ്ടല്ലോ, അത് പാലിക്കുമ്പോ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ലേ? ഉണ്ട് മാറ്റങ്ങൾ. അത് ഒരു ഡിസിപ്ലിൻ വരുന്നുണ്ട്. അതായത് 4G കീപ്പ് ചെയ്യാൻ നമ്മളുടെ ഇതിൽ പറയുന്ന പോലെ തന്നെ, അതായത് നമ്മളൊരു കുറച്ചുകൂടി സെൽഫ് ലവ് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മള് രാവിലെ എണീക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. 4G കീപ്പ് ചെയ്യും. നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു, ലേറ്റ് ആയിട്ട് എണീക്കുന്നു, ഈ ഒരു സിസ്റ്റത്തിൽ പോകുന്നവരാണെങ്കിൽ അത്രയും നല്ലൊരു ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. ഏർലി മോർണിംഗിലുള്ള നല്ലൊരു ടൈം ഉണ്ട്.
അത് ഏറ്റവും സൈലന്റ് ആയിരിക്കും, നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ്. അതിപ്പോ നമ്മൾ വീട്ടിലെ പണികൾ ചെയ്യണമെന്നല്ല, വെറുതെ നമ്മൾ വായിക്കുന്നതാവാം, മെഡിറ്റേഷൻ ആവാം, അങ്ങനെ പലതും ഉണ്ടാവും അതിന് പിന്നിൽ. അപ്പൊ അതൊക്കെ നല്ലൊരു ടൈമാണ്, അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുതെന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ തന്നെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് ഉണർത്താൻ പറ്റിയ നല്ലൊരു ടൈമാണ്. അപ്പം ആ ടൈമുകളൊക്കെ വേസ്റ്റ് ചെയ്യാതെ അതില് നമ്മൾ ആ ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ കൃത്യസമയത്ത് റെസ്റ്റ് കൊടുക്കുക, ഉറക്കം വേണ്ട സമയത്ത് ഉറക്കം, അത് മെന്റൽ ഹെൽത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യം. അതെ. പിന്നെ അമിതമായിട്ടുള്ള ഭക്ഷണശീലമൊക്കെ സ്വാഭാവികമായിട്ടും ഉറക്കത്തിലേക്കും ക്ഷീണത്തിലേക്കൊക്കെയാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ അത് വരുമ്പോഴും 4G കറക്റ്റ് ആണ് അവിടെ. ആവശ്യത്തിന് വിശപ്പുള്ളപ്പോ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം കണക്ട് ആയി വരുമ്പോ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടെന്നാണ് നമുക്ക് ട്രീറ്റ്മെന്റ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായും. അതായത് ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്ത് പിറ്റത്തെ പ്രാവശ്യം നല്ല ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവര് മെന്റലിയാണ് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ളത്. ശരീരത്തിന് അത്ര മാറ്റങ്ങൾ ഉണ്ടാവാൻ നമ്മൾ സെക്കൻഡാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവരുടെ മനസ്സിന്റെ തലം തന്നെയാണ് മാറാൻ നമ്മളും ആഗ്രഹിക്കുന്നത്. പുഞ്ചിരി അവർക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായാലും മെന്റൽ ഹെൽത്ത് അതുപോലെ പ്രാധാന്യത്തോടു കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അല്ലെ. അക്യുപഞ്ചർ ചികിത്സ അതിനൊരു വഴിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.